എല്ലാവർക്കും വേണ്ടത് സ്മാർട്ട് ഫോൺ, സ്മാർട്ട് വാച്ച്, എല്ലാം സ്മാർട്ട് ആവണം. എന്നാൽ ആദ്യകാലങ്ങളിലൊന്നും, ഞങ്ങളുടെ കുട്ടിക്കാലങ്ങളിലൊന്നും സ്മാർട്ട് ഫോണും സ്മാർട്ട് വാച്ചും ഇല്ലായിരുന്നുവെങ്കിലും ആ ഒരു സ്മാർട്ട്നെസ് ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നത്, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കാൽക്കുലേറ്റർ അപൂർവമായ ഒരു സംഭവമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കണ്ടത് 1979 ഉപ്പ വിദേശത്ത് പോയി വന്നപ്പോൾ കൊണ്ടുവന്ന കാൽക്കുലേറ്റർ. അന്നത് കാണാൻ ധാരാളം ആളുകൾ വന്നിരുന്നു. പക്ഷേ അന്നൊക്കെ കണക്ക് മാത്സ് മനക്കണക്കായിട്ട് എല്ലാവരും പെട്ടെന്ന് കടക്കൂട്ടി പറയും. ഇന്നാവട്ടെ തൻ്റെ കാൽക്കുലേറ്റർ ബാറ്ററി തീർന്നു പോയി, തൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി, ജീവൻ പോയ ശവത്തെ പോലെ നിർജീവമായി മാറുകയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് മദ്രസയിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു വളരെ പ്രായം ചെന്ന ഒരു കാരണവരുണ്ടായിരുന്നു. അവരോട് ടൈം ചോദിച്ചാൽ തിരിച്ച് ചോദിക്കും, സ്റ്റാൻഡേർഡ് ടൈമാണോ ഉറൂബ് ടൈമാണോ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ വാച്ചോ ഫോണോ ഒന്നുമില്ല. എന്നാൽ സ്റ്റാൻഡേർഡ് ടൈമും പറയാൻ കഴിയും, ഉറൂബ് ടൈമും പറയാൻ കഴിയും. അങ്ങനെ നമ്മുടെയൊക്കെ പൂർവികരിലുണ്ടായിരുന്ന പല സ്മാർട്ട്നെസ്സും ഇന്നത്തെ ന്യൂ ജനറേഷനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും കുട്ടിയോട് പറയാനുള്ളത് 5 അക്ഷരങ്ങളാണ്. SMART. സ്മാർട്ടിൽ ആദ്യമായിട്ട് സിൻസിയാരിറ്റി വേണം. എന്ത് പ്രവർത്തനങ്ങളും ആത്മാർത്ഥത വേണം, നിഷ്കളങ്കത വേണം. മൊഹറാൽ, ഒരു ധാർമ്മികതയിൽ പടുത്തുയർത്തപ്പെട്ട ജീവിതമായിരിക്കണം. അഫെക്ഷൻ, ഒരനുകമ്പയും സ്നേഹവും അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറണം. 6 റെസ്പോൺസിബിലിറ്റി, ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റിലൂടെ റെസ്പോൺസിബിലിറ്റിയോടുകൂടെ അഫെക്ഷനും സിൻസിയാരിറ്റിയും മൊറാലിറ്റിയും ഉള്ള മനുഷ്യൻ സ്മാർട്ട് ഫോണും സ്മാർട്ട് വാച്ചും ഇല്ലാത്ത ഉള്ളവരെക്കാൾ വളരെ കൂടുതൽ സ്മാർട്ട്നെസ് അവരിലുണ്ടാകും. അവർ വളരെ മികച്ചവരായിരിക്കും. ഇതെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടോ ഇല്ലേ എന്ന് ഞാൻ എന്നിൽ അർപ്പിതമായ ദൗത്യം, അത് ഏൽപ്പിച്ച വിധം ഞാനത് പൂർത്തീകരിക്കുന്നുണ്ടോ, എനിക്ക് എത്ര മാർക്ക് കിട്ടും, അങ്ങനെ 5ലും നമ്മുടെ മാർക്കൊന്ന് വിലയിരുത്തി നമ്മുടെ സ്മാർട്ട്നെസ് ഒന്ന് വിലയിരുത്തുക.